പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ LDCയുടെയും LGSൻ്റെയും ഒരു അപ്ഡേറ്റ് ആണ്. ഇത് നമ്മുടെ LDCയിലെ ഓരോ ജില്ലകളിലും വന്നിട്ടുള്ള ഒഴിവുകളും അതേപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിലെ ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഈ ഒരു ടേബിളിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓരോ ജില്ലകളും അതിൽ LDCക്ക് എത്രയുണ്ട്, LGS എത്രയുണ്ടെന്ന് നമുക്ക് നിലവിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തിരുവനന്തപുരമാണ് കാണാനായിട്ട് കഴിയുന്നത്. തിരുവനന്തപുരത്ത് LDCക്ക് 95 ഒഴിവുകളും അതേസമയം ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ 79 ഒഴിവുകളുമാണ് കാണാനായിട്ട് കഴിയുന്നത്. കൊല്ലത്താണെങ്കിൽ LDCക്ക് 71 ഒഴിവുകളും ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 35 ഒഴിവുണ്ട്. പത്തനംതിട്ടയാണെങ്കിൽ LDCക്ക് 58ഉം LGSനാണെങ്കിൽ അത് 40 ഒഴിവുകളുമായിട്ട് മാറിയിട്ടുണ്ട്. ആലപ്പുഴയാണെങ്കിൽ LDCക്ക് 32 ഒഴിവുകളും ലാസ്റ്റ് ഗ്രേഡിന് 32 ഒഴിവുകളാണുള്ളത്. കോട്ടയത്താണെങ്കിൽ LDCക്ക് 40 ഒഴിവുകളും ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 47 ഒഴിവുകളും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലാണെങ്കിൽ നമ്മുടെ LDCക്കാണെങ്കിൽ 33 ഒഴിവുകളും LGSനാണെങ്കിൽ 47 ഒഴിവുകളും കാണാൻ കഴിയുന്നുണ്ട്. എറണാകുളത്താണ് നിലവിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 114 ഒഴിവുകളാണ് LDCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ LGSനും 97 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരാണെങ്കിൽ 69 ഒഴിവുകളാണ് LDCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 67 ഒഴിവുകളാണ്. പാലക്കാടാണെങ്കിൽ 64ഉം ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 50ഉമാണ് കാണാൻ കഴിയുന്നത്. മലപ്പുറത്താണെങ്കിൽ 63ഉം ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 42ഉം കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ കോഴിക്കോടാണെങ്കിൽ 65 ഒഴിവുകളും അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡിനാണെങ്കിൽ 81 ഒഴിവുകളുമാണ് കാണാനായിട്ട് കഴിയുന്നത്. വയനാടാണെങ്കിൽ 20 ഒഴിവുകൾ LDCക്കും LGSനും 17 ഒഴിവുകളേ ഉള്ളൂ. കണ്ണൂരാണെങ്കിൽ 84 ഒഴിവുകൾ LDCക്കും നമ്മുടെ LGSനാണെങ്കിൽ 70 ഒഴിവുകളാണ് കാണാൻ കഴിയുന്നത്. കാസർഗോഡാണെങ്കിൽ 31 ഒഴിവുകൾ LDCക്കും LGSനാണെങ്കിൽ 27 ഒഴിവുകളുമാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ അനുസരിക്കുകയാണെങ്കിൽ 839 ഒഴിവുകളായിരിക്കും LDCക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 839 ഒഴിവുകളായിരിക്കും നിലവിൽ LDCക്ക് ഉണ്ടാവുക. LGSനാണെങ്കിൽ അത് കുറവായിരിക്കും, 728 ഒഴിവുകളായിരിക്കും കേരളത്തിൽ മൊത്തം ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു ടേബിളിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത് പറയുന്നത് കഴിഞ്ഞ മുൻ വർഷത്തെ LGS ലിസ്റ്റും LDC ലിസ്റ്റും അതിൽ എത്ര പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമുക്ക് LDCയുടെ കാര്യം നോക്കാം അല്ലേ. അപ്പോൾ LDCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റാണ്. അപ്പോൾ LDCയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ LDCക്ക് ലിസ്റ്റിലുണ്ടായിരുന്നത് 3759 പേരാണ്. നിയമന ശുപാർശ ലഭിച്ചത് 1400 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. കൊല്ലത്താണെങ്കിൽ അത് 2400 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട് LDCക്ക് ലിസ്റ്റിനകത്തുണ്ടായിരുന്നു. അതിൽ 827 പേർക്കാണ് എന്ത് ചെയ്യുന്നത് നിയമന ശുപാർശ ലഭിച്ചത്. പത്തനംതിട്ടയിലാണെങ്കിൽ 1776 പേർക്ക് LDC ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ചത് 576 പേർക്കാണ്. ആലപ്പുഴയാണെങ്കിൽ അത് 2128 പേർക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. 697 പേരെയാണ് എന്ത് ചെയ്യുന്നത് ശുപാർശ ലഭിച്ചത്. കോട്ടയത്താണെങ്കിൽ 2093 പേർക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 860 പേർക്കാണ് എന്ത് ചെയ്യുന്നത് നിയമന ശുപാർശ ലഭിക്കുന്നത്. ഇടുക്കിയിൽ 1890 പേർക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 587 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളത്ത് 3800 പേരുണ്ടായിരുന്നു. അതിൽ 1164 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. തൃശ്ശൂരാണെങ്കിൽ അത് 3572 പേർക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 1067 പേർക്കാണ് ശുപാർശ ലഭിച്ചത്. പാലക്കാടാണെങ്കിൽ 2938 പേർക്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 969 പേർക്കാണ് ലഭിച്ചത്. കണ്ടല്ലോ, അപ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ഏകദേശം 3000 പേരുള്ളത് ഇന്ന് ഏകദേശം 1000 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ. അതുപോലെ തന്നെ മലപ്പുറത്താണെങ്കിൽ അത് 3305 പേർക്ക് ലിസ്റ്റിലുണ്ടായിരുന്നതിൽ 1116 പേര് മാത്രമാണ് എടുത്തിട്ടുള്ളത്. കോഴിക്കോടാണെങ്കിൽ 3425 പേര് ലിസ്റ്റിലുണ്ടായിരുന്നതിൽ 1002 പേരെ മാത്രമാണ് എടുത്തിട്ടുള്ളത്. വയനാടാണെങ്കിൽ അതേപോലെ തന്നെ 1172 പേര് ലിസ്റ്റിലുണ്ടായിരുന്നതിൽ 358 പേരെ മാത്രമാണ് എടുത്തത്. കണ്ണൂരിലും അതേപോലെയാണ്. കണ്ണൂരിലും 2875 പേരുണ്ടായിരുന്നു. അതിൽ 983 പേരെ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ള നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡാണെങ്കിൽ 1575 പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിൽ 533 പേര് മാത്രമാണ് എന്ത് ചെയ്യുന്നത് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. ആകെ മൊത്തത്തിൽ ലിസ്റ്റിലുണ്ടായിരുന്ന എണ്ണം നോക്കുകയാണെങ്കിൽ 36,783 പേര് ലിസ്റ്റിലുണ്ടായിരുന്നതിൽ നിയമന ശുപാർശ ലഭിച്ചത് വെറും 12,069 പേർക്ക് മാത്രമാണ്. നമ്മുടെ LDCയുടെ കാര്യമാണിത് കേട്ടോ. ഇനി എനിക്ക് പറയേണ്ടത് അൺഅക്കാഡമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോഴ്സുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം നിലവിൽ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സും വളരെ മികച്ച എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആരംഭം എന്ന പേരിലുള്ള 55 ദിവസത്തേക്കുള്ള 10th ലെവൽ പ്രിലിംസിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ
പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അതിലേക്ക് ഞാനും നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആണ് പഠിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ കോഴ്സിലേക്ക് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി അക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവ് എന്ന പേരിലുള്ള 150 ദിവസത്തേക്കുള്ള SCRT മൊത്തം കവർ ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ദൗത്യം എന്ന പേരിലേക്കുള്ള 150 ദിവസത്തേക്കുള്ള ഡിഗ്രി ലെവലിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പോരാത്തതിന് ഉയരെ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഉയരെ എന്ന് പറയുന്ന ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ KS എക്സാമിൻ്റെ ആണ് കേട്ടോ, ഉയരെ. അപ്പോൾ ഇതിലും ഒരുപാട് ആൾക്കാർ, ഇത് പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചാണ്. തീർച്ചയായിട്ടും അതിലേക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബിവറേജസ് LD ഒക്കെ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബിവ്കോ LD എക്സാമിലേക്കുള്ള ജേതാവ് എന്ന പേരിലുള്ള 100 ദിവസത്തെ കോഴ്സ് അവൈലബിൾ ആണ്. അറിവ് എന്ന പേരിലുള്ള 120 ദിവസത്തെ കോഴ്സ്, അത് കേരള SCRT കംപ്ലീറ്റ് കവർ ചെയ്യുന്ന അറിവ് എന്ന പേരിലുള്ള ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഒരുപാട് ടെസ്റ്റ് സീരീസും അതുപോലെ തന്നെ പ്ലസ് ടെസ്റ്റുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിയിൽ കൊടുക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു കോഡ് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം, നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫർ ലഭിക്കാനായിട്ട് HPL10 എന്ന് പറയുന്ന ഈ കോഡ് ഒന്ന് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മുതൽ 20% വരെ ഉള്ള ഓഫറുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പോരാത്തതിന് നിങ്ങൾ അക്കാഡമിയുടെ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 29% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ പ്ലാൻസ്. ഇതൊക്കെയാണ് കണ്ടല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കോഡ് HPL10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഒരു കുറവിനകത്ത് നിങ്ങൾക്ക് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു അവസരം നല്ലപോലെ തന്നെ യൂസ് ചെയ്യുക. അക്കാഡമി മെമ്പർ ആവുക. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അക്കാഡമിയിലും അവൈലബിൾ ആയിരിക്കും. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പേര് തന്നെ ഹരിശങ്കർ PL എന്നാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അക്കാഡമിയിലെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം ഹരിശങ്കർ PL എന്ന് സെർച്ച് ചെയ്ത ശേഷം പ്രൊഫൈൽ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കുന്ന അക്കാഡമിയുടെ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് അക്കാഡമിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് LGSൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്തെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്ത് LGSൻ്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നോ? തിരുവനന്തപുരത്ത് LGS ലിസ്റ്റിലുണ്ടായിരുന്ന 5000 പേരാണ്. അതിൻ്റെ നിയമന ശുപാർശ 1000 പേർക്കാണ് ലഭിച്ചത്. കൊല്ലത്താണെങ്കിൽ അത് 3000 പേർക്കുണ്ടായിരുന്നതിൽ 600 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ ആണെങ്കിൽ അത് 2000 പേർക്കുണ്ടായിരുന്നതിൽ അതിൽ 300 പേർക്കാണ് ലഭിച്ചത്. കോട്ടയത്താണെങ്കിൽ അത് 2900 പേരുണ്ടായിരുന്നതിൽ 447 പേർക്കാണ് ലഭിച്ചത്. ഇടുക്കിയിലാണെങ്കിൽ അത് 2300 പേരുണ്ടായിരുന്നതിൽ അതിൽ 400 പേർക്കാണ് ലഭിച്ചത്. എറണാകുളത്താണെങ്കിൽ ഇടുക്കിയിലാണെങ്കിൽ അത് 2300 പേരുണ്ടായിരുന്നതിൽ 400 പേർക്കാണ് അവിടെയും ലഭിച്ചത്. അതുപോലെ തന്നെ എറണാകുളത്താണെങ്കിൽ 3900 പേരുണ്ടായിരുന്നതിൽ അതിൽ 819 പേർക്ക് മാത്രമാണ് ലഭിച്ചത്. തൃശ്ശൂരും അതേപോലെ തന്നെ 3900 പേരുണ്ടായിരുന്നതിൽ 697 പേർക്കാണ്. പാലക്കാട് 4000 പേരുള്ളതിൽ 600 പേർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. മലപ്പുറത്താണെങ്കിൽ 3800 ഉള്ളതിൽ 600 പേർക്കാണ് ലഭിച്ചത്. കോഴിക്കോടാണെങ്കിൽ 4000 പേരുണ്ടായിരുന്നതിൽ വെറും 700 പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത് കേട്ടോ. അതുപോലെ തന്നെ വയനാട്, കണ്ണൂർ, കാസർഗോഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. ആകെ മൊത്തത്തിൽ LGSൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 46,285 പേരുള്ളതിൽ വെറും 8000 പേർക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, LGSലും തൊഴിൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിയമന ശുപാർശ ലഭിക്കുന്നവരുടെ എണ്ണം കുറവാണ്, പക്ഷേ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം എപ്പോഴത്തെയും പോലെ തന്നെ കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തെ വാർത്ത നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. 41 തസ്തികകളിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം ഉടൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിവുകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ സ്ക്രീനായിട്ട് ഞാൻ ആ വീഡിയോ കൊടുത്തേക്കാം കേട്ടോ. എന്തായാലും 41 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം വരുന്നുണ്ട്. മത്സ്യഫീഡ് ഓഫീസ് അസിസ്റ്റൻറ്റ് യോഗ്യത, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വനം വകുപ്പിൽ ഫോറസ്റ്റ് ഡ്രൈവർ നേരിട്ടും തസ്തിക മാറ്റം വഴിയും. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ കഴിയുന്നത് സംസ്ഥാന തലത്തിൽ സയൻറ്റിഫിക് ഓഫീസർ ബയോളജി, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ ഓഫീസർ SCST. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാ തലമാണെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ്, വനം വകുപ്പിലെ ക്ലർക്ക്, അതുപോലെ തന്നെ NCA നോക്കുകയാണെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പോലുള്ള ഒരുപാട് ലിസ്റ്റുകൾ വരുന്നുണ്ട്. എന്തായാലും കറക്റ്റായിട്ടുള്ള ലിസ്റ്റ് ആയതിനു ശേഷം ഞാൻ നിങ്ങളെ എല്ലാ ലിസ്റ്റുകളും ഏതൊക്കെയാണെന്ന് പറഞ്ഞ് കൃത്യമായി തന്നെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഒരു വാർത്ത നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിട്ടുള്ളതായിരുന്നു. ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടതാണ്. എന്താണത്? തുടർച്ചയായി ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്ക് പോലീസിൽ നിയമന ശുപാർശ വേണ്ടെന്നാണ് ഇപ്പോൾ നിലവിലത്തെ PSCയുടെ തീരുമാനം. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ശുപാർശ നമ്മുടെ ADGPമാരുടെ യോഗത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ടെന്ന് സർക്കാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു തീരുമാനം വരാനായിട്ടുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഇത് വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കേരള പോലീസിലെ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമന ശുപാർശ ലഭിച്ചതിൽ 59 പേരിൽ 39 പേരും അമിത വേഗത്തിലും അതുപോലെ തന്നെ മദ്യപിച്ചും വാഹനം ഓടിച്ചതിന് ശിക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തീരുമാനം നമ്മുടെ പോലീസും അതുപോലെ തന്നെ PSCയും കൂടി സംയുക്തമായിട്ട് എടുക്കാനുള്ള കാര്യം ഏതാണ് കേട്ടോ. കാര്യം എന്താണ്, 59 പേര് ലിസ്റ്റിലുണ്ടായിരുന്നതിൽ 39 പേരും അമിത വേഗത്തിലും അതുപോലെ തന്നെ മദ്യപിച്ചും വാഹനം ഓടിച്ചതിൽ
ശിക്ഷിക്കപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കേരള പോലീസ് പോലുള്ളൊരു ജോലിയിലേക്ക് കയറുമ്പോഴത്തേക്കും അതിനെന്ത് ചെയ്യുക, ഈ ഒരു കുറ്റങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവർ മാത്രം ലിസ്റ്റിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ജോലിയിലേക്ക് കയറിയാൽ മതി എന്നുള്ളൊരു പോലീസിൻ്റെയും അതുപോലെ തന്നെ PSCയുടെയും ഒരു സംയുക്തമായൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാര്യം വരാനായിട്ട് പോകുന്നത്. എന്തായാലും തുടർന്ന് ഈ ഒരു നിയമം നമ്മുടെ ബാക്കിയുള്ള ലിസ്റ്റുകളിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ടെസ്റ്റുകളിലും ബാധിക്കാമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ ചാൻസ് എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കേരള PSCയിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ 41 തസ്തികകളിലെ വിജ്ഞാപനം ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് വരുന്നതിന് മുറയ്ക്ക് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.